പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, റോമ 8:18 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും കഷ്ടതകളും മഹത്വത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ലോകത്തിൻ്റെ മുൻപിൽ നാം പരാജിതരും പരിത്യക്തരും അതോടൊപ്പം തന്നെ നാം അവഹേളന പാത്രങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നതാണ് വ്യക്തികളായി മാറുന്നു എന്നതാണ് സത്യം. ഈ ലോകത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയർത്തുന്നില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കഷ്ടതകളെല്ലാം അർത്ഥമില്ലാത്തതായി മാറും. അത് ദുരിതപൂർണമായി മാറുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തെ തളർത്തുകയും നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും. ഓരോ സഹനത്തിലൂടെയും ദൈവം നിത്യതയിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് എന്ന സത്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അതാണ് റോമ 8:18 പറയുന്നത്, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് എന്ന്. റോമ 8:28 തിരുവചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന്. യേശയ്യാ 48:10-11 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത് എന്ന്. അപ്പോൾ ദൈവത്തിനെ നമ്മെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ദൈവം സഹനങ്ങൾ അനുവദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നും എല്ലാ കഷ്ടതകളും നമ്മുടെ നന്മയ്ക്കായി ദൈവത്തിന് മാറ്റിത്തരാൻ കഴിയും എന്ന് നാം വിശ്വസിക്കണം. കാരണം ദൈവത്തിന് അസാധ്യമായ യാതൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.